കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി അമ്പമ്പോ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചൻ വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാത്ത ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ, യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ, എന്തൊഴി ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. ആ പണിക്കരേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. ആ സമയമാം ഞാൻ സ്വർഗയാ. ഇതാണോ ഇത്? തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ഈശ്വര, അവിടൊന്നും വരുന്നല്ലേ? റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളന ലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ. മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്കറിഞ്ഞൂടാ? അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താന്ന്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾ ചോദിച്ചാൽ മതി. സേതു, ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. എന്താ, ഇന്ന് മരിക്കാൻ പോവാണോ? അല്ല, സേതുവിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കോളേജല്ല, വില്ലേജ് ആണ്. കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല. ഇത് കളിയല്ല, ജീവൻ മരണ പ്രശ്നമാണ്. സേതു എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമാണോ നിനക്കൊക്കെ അറിയേണ്ടത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അളിയാ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങേച്ച് പോവാല്ലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശകാണ്. അണ്ണാ മുടക്കല്ലേ അണ്ണാ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ അഞ്ഞില് പാർട്ടിയാടല്ലേ അണ്ണാ. നീ പോകാറുണ്ട്. യവന്മാർ സമാധാനം പറയട്ടെ. എന്താ
സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എടാ എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. എടാ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസറാ? പോവേ. ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? ഇഴിച്ച് കൂമ്പ് ഞാൻ കിടക്കും. താൻ കലക്കോ? പിന്നെ കലക്കും. നില്ല ആ. തമാശ കളയട്ടാ. ചേട്ടനത് അടി വെച്ചു കൊടുത്ത അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് കാര്യമായിട്ടെടുത്തോ. അടിച്ചു തരത്തടാ. പീസായി പോ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്നവന്മാർ ഇത്രയും ചെയ്തു. നാളെ നടുറോട്ടിൽ നിന്ന് നിന്നെ കയറി പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്ന് എരവി മുതലാളി, ഉം. അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പ് അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പുളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? ഇല്ല. മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ട് ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. മേ കമിൻ സാർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് പറയണേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു. കണ്ടത് സത്യമാണ്. എന്താ സാർ കാര്യം? കാര്യം നിങ്ങളോട് അന്വേഷിക്കാമെന്ന് കരുതി ക്ലാസ്സിൽ നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അയ്യോ, ഇത് ആര് പറഞ്ഞു സാർ? എന്താ, സത്യമല്ലേ? അല്ല സാർ, പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസൂയുണ്ട് സാർ. കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരെക്കാൾ ഷൈൻ ചെയ്യാറുണ്ട് സാർ. എന്താ നിങ്ങളുടെ സബ്ജക്ട്? കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നിങ്ങളുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കെമിസ്ട്രി മെയിൻ, ഫിസിക്സ്, മാത്സ് സബ്. ഓഹോ, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സബ്ജക്ട് വേറെന്തൊക്കെയാണെന്നാ. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സൂവോളജി ക്ലാസ്സിലെ സേതുഭായി എന്ന കുട്ടിയെ നിങ്ങൾ എന്താ പറയണം. ആരാ സാർ ഈ സേതുഭായി? അങ്ങനെ എടുത്തിയാ ഞങ്ങൾ അറിയത്തോലും ഇല്ല സാർ. എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെ അറിയാം. മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശമുണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. സേതുഭായിയുടെ അച്ഛൻ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പലവിലും അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ല. ആർക്ക് നല്ലതല്ല? അല്ല, പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഓരോ അപഖ്യാതി പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. സസ്പെൻഷൻ പിൻവലിക്കണം സാർ. പോകാനാണ് പറഞ്ഞത്. പ്രത്യാഘാതങ്ങൾ അലവലാധികം. അല്ല സാർ, നാളെ സ്വന്തത്തിലുള്ള ഏതെങ്കിലും അച്ഛനെ വിളിച്ചോണ്ടാ മതിയോ? ആപ്പിലായല്ലോ.
ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ. ഇനിയിപ്പോ വീട്ടിലെറിയും, അന്വേഷണമാവും, ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും. നിനക്കിവിടെ ഭൂരിപക്ഷമുള്ള ഏതോ വിദ്യാർത്ഥി സംഘടന അംഗത്വമുണ്ടെന്ന് പ്രിൻസിപ്പാളിനോട് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഏതാ സംഘടന? എന്ത് സംഘടന? ചുമ്മാ ഒന്ന് വരട്ടി നോക്കിയല്ലേ. ഏതായാലും ആ പ്രിൻസിപ്പൽ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ വെക്കുള്ളൂ, സേതു മാത്രം ഇവിടെ നിൽക്കട്ടെ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. പൊയ്ക്കോളൂ. സന്തോഷമായല്ലേ, ഞങ്ങളുടെ ജീവിതം അവതാളത്തിലാക്കിയില്ലേ. പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. സേതു, ഞാൻ സീരിയസ് ആയിരുന്നു. നിങ്ങൾ ആ തോമയോട് വഴക്കുണ്ടാക്കി എന്തിനാ? അങ്ങേരെ അച്ഛനോട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്കിപ്പോ അതിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ ഒരു വഴി? അച്ഛനെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം. അപ്പോ സേതു അച്ഛനോടൊന്ന് ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. സ്വല്പ ദുരഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലെ അച്ഛൻ. ചെന്ന് സോറി പറഞ്ഞാൽ ചിലപ്പോ രക്ഷ കിട്ടും. അച്ഛനാണെങ്ങനാ? നല്ല തടിയനാണോ? ആ തോമയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയല്ലേ? ആര് പറഞ്ഞു? ഞങ്ങളവരെ ഇടിച്ച് പരത്തിയിട്ടാ പോകുന്നത്. ഞാൻ അറിഞ്ഞു. വേണണ്ടില്ലേ കുട്ടി താറാവ്? അറിയാ, നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് സേതുമായിട്ടൊരു ലവ് ട്രാക്ക് വർക്ക് ചെയ്താലോ? നമ്മുടെ ആത്മാർത്ഥം ഒന്നും എവളുമാർക്ക് മനസ്സിലാവില്ല. അളിയാ, കളഞ്ഞിട്ട് വാ. ഇറ്റ്സ് നമസ്കാരം. എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി, അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. 1, 2, 3 ടോട്ടൽ 3 ഫാമിലീസ്. ഈ 3 ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീരെവിടുന്ന് കിട്ടി? ആണ്ടുപോകാൻ മാത്രം. സാർ, അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരുമാണ്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികളെ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നെങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫേറ്റ് അതാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള 4-5 ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയത് ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല, ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. ഞങ്ങളെ hate ചെയ്യരുത് സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ. ഇത് എന്റെ അനിയനാണ്. ഹലോ. നിങ്ങൾ ഇപ്പൊ വന്നത് യവന്മാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷാത്തോട് തൊട്ട് ഇരിക്കാം. സാർ, 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 ഞങ്ങൾ സാർ, നിരപരാധികളാണ്. സാർ, സാർ, എന്താ? സാർ ഒന്ന് പറയണം സാർ. സാർ ഞങ്ങൾ എന്താ കാര്യം? സാർ ഇനി മേലും ഞങ്ങൾ സമാധാന അക്ഷരം വേണ്ടില്ല. എന്താ ഇത്? Get out! Get out എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമെന്നാണ് അർത്ഥം. വരൂ. നിങ്ങളോടല്ല, മാഷോടാ. കഞ്ഞി കളവന്ന് വരൂ. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടടെ കാര്യം കാണാൻ. ഇരവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ചന്ദ്രേ, പട്ടി. അമ്മോ.